ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഇവിടെ എൻ്റെ പേരക്കുട്ടിക്ക് കിട്ടിയ ഒരുപാട് സാധനങ്ങളുണ്ട്. അരീക്കോട് ജോളി പടക്കക്കടയിൽ നിന്ന് കിട്ടിയതാണ്. ഇതെല്ലാം ഗിഫ്റ്റായിട്ടാണ് ഇവിടെ കൊണ്ടുതന്നത്. അതിന് ഓരോ സംഗതികളാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒത്തിരി സാധനങ്ങൾ. കുട്ടികൾക്ക് വളരെ അപകടം പിടിച്ച സാധനങ്ങളും കൂടിയാണ് ഇതെല്ലാം. കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ പൂത്തിരി, കമ്പിത്തിരി, പിന്നെ പടക്കം, പനോലപ്പടക്കം, മാലപ്പടക്കം, പിന്നെ പലതരം എന്താണ് ആകാശത്തു കൂടെ പോകുന്ന കുറേ സംഗതികളൊക്കെ ഉണ്ട്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ ഇത്രയും വലിയൊരു തുകയൊക്കെ മുടക്കി അവരിവിടെ കൊണ്ടുതന്നതാണ്. സംഗതിയെല്ലാം നല്ല നല്ല കമ്പനിയുടെ സൂപ്പർ സംഗതികളാണ്. ഇതൊരു വലിയൊരു പടക്കക്കടേൻ്റെ ഓണറാണ്. അയാൾ വീട്ടിൽ വന്നിട്ടാണ് ഇതെല്ലാം കൊണ്ടുതന്നത്. കുട്ടിയുടെ മോഡൽ അവിടെ, പേരക്കുട്ടീൻ്റെ മോഡൽ അവിടെ നടത്തിയിരുന്നു. അതിൻ്റെ പ്രതിഫലം ആയിട്ടാണ് അവർ ഓരോ വിഷുവിന് ഒരു ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഇതുപോലെ ഇനിയും പല കടകളിൽ നിന്നും വരാനുണ്ട്. ഇതൊന്നും ഒരുപടി ഒരു കമ്പിത്തിരി, പൂത്തിരി, മേശപ്പൂവ്, പിന്നെ ഒരു അംബ്രല്ലയൊക്കെ ഉണ്ട്. എനിക്കിതിൻ്റെ പേരൊന്നും ശരിക്കും അറിയില്ല. ഇതിൽ നോക്കി വായിക്കാമെന്നല്ലാതെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ കാണുന്നതാണ് പനോലപ്പടക്കമാണ്. നമ്മുടെ പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പൊക്കെ പുതിയ ഒരു സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇതിൽ എനിക്ക് പരിചയമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. ഒരു മാലപ്പടക്കത്തിൻ്റെ അതാണ് ഇപ്പം കാണുന്നത്. ഇത് എന്താണാവോ ഇതൊക്കെ? ഇതൊന്ന് വായിച്ചു നോക്കാനൊന്നും കഴിഞ്ഞതല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും അറിയില്ല. ഇതാണ് ഒരു അംബ്രല്ലയാണെന്നത്. ഈ അംബ്രല്ല എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. ഇത് കത്തിച്ച് നോക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഇതിൻ്റെ ഒന്നിനെ പറ്റിയും പറയാൻ കഴിയുന്നില്ല. ഏതായാലും സംഗതിയൊക്കെ വളരെ സൂപ്പറാണ്. ഇപ്രാവശ്യം പടക്കമൊന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല. ഇനി ഇതുപോലെ പല കടകളിൽ നിന്നും വരാനുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതെന്താണാവോ? ഇതൊരു പ്രത്യേക സാധനമാണ്. ഞാനിത് കണ്ടിട്ടില്ല. എന്താണ് ഇതിൻ്റെ സംഗതി എന്നൊന്നും അറിയില്ല. ഏതായാലും ഇതിവിടെ കിടക്കട്ടെ. ഇതേപോലെ എന്തോ ഒരു പൂക്കുറ്റീൻ്റെ മോഡലുള്ള ഒരു സാധനമാണെന്ന് തോന്നുന്നത്. അതും ഒക്കെ കത്തിച്ചിട്ട് നമുക്ക് വീണ്ടും ഓരോന്നായി കത്തിക്കുമ്പോൾ പറയാനേ കഴിയുള്ളൂ. ഇപ്പം എന്താ സംഗതി എന്നൊന്നും അറിയില്ല. പിന്നെ ഏതായാലും എല്ലാവരും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ അകത്തൊരു തോക്ക് കാണാനുണ്ട്. ഇത് കുട്ടിയൊക്കെ വളരെ ഇഷ്ടപ്പെട്ട തോക്കാണ്. അതിലൊരു ക്യാപ്സും ഉണ്ട്. ഇതിലിട്ടിട്ട് പൊട്ടിക്കുന്ന എന്താണ്? പേരക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണിത്. അവനത് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. അത്രയ്ക്ക് ഇഷ്ടമാണ് ആ ക്യാപ്പ്, തോക്ക്. ഇത്രയും എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും